ഇതാര് ശില്പി മിത്രോ? ഒരു കൊല പഴവും പിന്നെ 3 പാക്കറ്റ് ബ്രെഡും. ഇന്ന് എന്ത് പറ്റി മിത്ര? ബ്രേക്ക്ഫാസ്റ്റ് അല്പം കുറഞ്ഞു പോയല്ലോ. ഞാൻ തടി അല്പം കുറയ്ക്കാൻ തീരുമാനിച്ചു. കാശ് എത്രയാന്ന് വെച്ചാ പറ്റില്ല എഴുതിക്കോ. പറ്റിപ്പ് എത്രയെന്നറിയോ? അവിടെ കളിമണ് കുഴച്ചു വെച്ചിരിക്ക. അത് ഉണങ്ങി പോവേ. ഞാൻ ചെന്നിട്ട് വേണം പ്രതിമ ഉണ്ടാക്കാൻ. അത് നടക്കട്ടെ, തിന്നാൻ സമയമുണ്ടല്ലോ. ഭാഗ്യം. കാലത്തെ കണിയും മോശം, കൈനീട്ടവും മോശം. മിത്രൻ പറ്റ 256 രൂപ. കണ്ണെടുത്ത് കിട്ടുന്നടാ. ഇറക്കാന്നവിടെ കാലത്ത് തന്നെ കാശ് കൊടുത്ത് വാങ്ങിച്ചൂടാ. ഈ ഒരെണ്ണത്തിന് വേണ്ടിയാണ് പാക്കറ്റ് ഒന്നും നടക്കുന്നത്. പീസ് വരണേ. പെണ്ണെ നിന്നെ ഇങ്ങനെയാക്കിയതാരാ? പെണ്ണെ നിന്നെ ഇങ്ങനെയാക്കിയതാരാ? അപ്പുണ്യോ? അപ്പുണ്യൊന്നും അവനടാ. അതിനുള്ള കഴിവൊന്നും അവനില്ലടാ. അതോടെ അപ്പുണ്ണി വരുന്നുണ്ട്. നമുക്ക് അവനൊന്ന് വട്ടാക്കിയാലോ? അല്ലെ തന്നെ സോഡ ഗ്ലാസാ. വാടാ. അല്ല, ഇതാര്? സുലൈമാനാ? നിങ്ങളാ? നീ എന്താണ് ഇവിടെ? ഇവന്റെ മുതലാളിക്ക് കുറെ ഇടപാടുകളുണ്ട്. അത് ശരിയാക്കാൻ ഇറങ്ങിയതാ. അപ്പോ നീ ഇപ്പോഴും പഴയ മസിലൊരാളി തന്നെ. അല്ലാതെ എന്ത് ചെയ്യാനാടാ, ജീവിക്കണ്ടേ? അല്ല, നിങ്ങളെന്താ ഇവിടെ? ഇവന്മാരാ ചാണ്ടിയുടെ കടയിലെ ജോലിക്കാരല്ലേ? അത് കൊള്ളാം. നമ്മൾ ഫ്രണ്ട്സ് ആണെന്നുള്ളതൊക്കെ ശരിയാ. പക്ഷെ ആ ചാണ്ടിയെ ഞാൻ പൊക്കുമ്പോ നിങ്ങൾ ഇടപെട്ടേക്കരുത്. ഏയ്, അത് ഈ ജന്മത്തിലുണ്ടാവില്ല. നീ വരുന്നവരൊന്നും അറിയിച്ചാ മതി, ഞങ്ങൾ അപ്പം മുങ്ങിക്കോളാം. കറക്റ്റ്. നല്ല ആത്മാർത്ഥയുള്ള തൊഴിലാളികൾ. അതെ. അപ്പൊ നമുക്ക് വിശദമായിട്ടൊന്ന് കൂടാം. കൂടണ്ടേ? മറ്റേത് ശാസ്ത്രജ്ഞനെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കാണിച്ചു കൊടുക്കുന്നവർക്ക് 25 ലക്ഷം രൂപ പാരിതോഷികം. എന്റെ കർത്താവ്, അയാൾ എന്റെ മുന്നിലെങ്ങാനും കൊണ്ടിട്ടിരുന്നെങ്കിൽ 25 ലക്ഷം രൂപ. ഇതാരാ ഇന്നലെ ഇവിടെ കൊണ്ടുവച്ചത്? പ്രത്യേക മുങ്ങുന്നതാ തടിക്ക് നല്ലത്. എന്താ ഉദ്ദേശം? കുറെ നാളായല്ലോ ഈ പലിശ മുതലും തരാതെ മുങ്ങിക്കളി തുടങ്ങിയിട്ട്. കച്ചവടമൊക്കെ വളരെ മോശമാ. അതേ 2 ഉണക്ക ബീട്രൂട്ടും പാതിച്ചേനെ. 501 മൊബൈൽ പോലും ഇല്ല. മുതലാളോട് പറഞ്ഞു തീർത്തു. കുറെ നാളായില്ലേ ഞാൻ പറഞ്ഞു നിർത്താൻ തുടങ്ങിയിട്ട്. ഇനി ഞാൻ വിചാരിച്ചാലും നടക്കില്ല. അതെന്താ? കരാട്ടെ സുലൈമാൻ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുമില്ല. എന്നാ കേട്ടോ, കണ്ടോ? കാശ് പിരിക്കാൻ മുതലാളി തന്നെ ഏർപ്പാടാക്കിയതാ. ഒരാഴ്ചക്കകം മുതലും പലിശ തന്നില്ലെങ്കിൽ ഞാൻ ആരാണെന്ന് താ ശരിക്കും മനസ്സിലാക്കും. കേട്ടോ? വണ്ടി നിർത്തോ, വണ്ടി നിർത്താൻ. മനഃപൂർവ്വം മറച്ചിട്ടത്. മറിച്ചിടാൻ ചേട്ടൻ ദോശയോ? എടാ ഞാഞ്ഞൂലികളെ, കളി എന്നോട് വേണ്ട. 25 വർഷം പട്ടാളത്തിന് സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ഒരു വിമുക്ത ഭടനാണ് വിക്രമൻ. എന്നിട്ട് ആര് പറഞ്ഞു ചോറി കുത്തി ഇവിടെ വന്നിരിക്കാൻ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത് മാന്യന്മാർ താമസിക്കുന്ന സ്ഥലമാ. അപ്പൊ ചേട്ടൻ ഇവിടെ വന്ന് നിൽക്കണതോ? ഒരു ഞഞ്ഞാവിഞ്ഞ വർത്തനം പറയാൻ സ്ഥലം വിട്ടോണം, ഇല്ലെങ്കിൽ തനി ദയവ് ഇത് കാണിക്കരുത്. മഹാവൃത്തിയേടായിരിക്കും. കാണിക്കൂടാ, കാണിക്കും. കാണിച്ചാലേ നീ കഴിയോ?